ഊരിന് പുറത്ത് വനവാസി സമൂഹ വിവാഹം 2216 വനവാസി യുവതിയുവാക്കളുടെ വിവാഹ സ്വപ്നങ്ങൾക്കാണ് പൗർണമിക്കാവിലെ ഭഗവതി അനുഗ്രഹം ചൊരിഞ്ഞത്. ധനലക്ഷ്മി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് തിരുവനന്തപുരത്ത് ആരംഭിച്ച 100ാമത് ശാഖയുടെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായാണ് സമൂഹ മംഗല്യം ഒരുക്കിയത്. മീനമാസത്തിലെ പൗർണമി നാൾ ഉച്ചയ്ക്ക് 12:04 അഗ്നിസാക്ഷിയായി പ്രത്യേക പ്രാർത്ഥനയിൽ പൗർണമിക്കാവിലെ ഭഗവതിയുടെ അനുഗ്രഹത്തിൽ 216 വനവാസി യുവതി യുവാക്കൾ വരണമാല്യമണിഞ്ഞതാ. ആശംസകളോടെ പ്രാർത്ഥനകളോടെ ഒരുമിച്ച് താലിയണിത് വധൂവരന്മാർക്ക് പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനങ്ങൾ നേരുന്നു. എല്ലാ പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് ഒരുമിച്ചവർ തുളസിമാല അണിയിക്കുന്ന ചടങ്ങ്. നെറുകയിൽ സിന്ദൂരം ചാർത്തിയതിന്റെയും ഊരിന് പുറത്ത് വിവാഹം നടന്നതിന്റെയും സന്തോഷം അവരുടെ മുഖത്തും വാക്കുകളിലും ഒരുപോലെ നിറഞ്ഞു നിന്നു. കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതേപോലെ വിചാരിച്ചില്ല അട്ടപ്പാടി ഇങ്ങോട്ട് വരുമ്പോൾ ഇത്ര ആൾക്കാരുണ്ടെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഇത്ര ആൾക്കാരുണ്ട്. അടിപൊളിയാണ് കാണാനൊക്കെ. നന്നായിട്ടുണ്ട്. രസമുണ്ട്. ഹാപ്പിയാണ്. ധനലക്ഷ്മി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ 100ാമത്തെ ശാഖയുടെ പ്രവർത്തനം ആരംഭിച്ചതിന്റെ ഭാഗമായിട്ടാണ് വനവാസി സമൂഹത്തിന് വേണ്ടി ഇങ്ങനെ ഒരു ചടങ്ങ് സംഘടിപ്പിച്ചത്. സമൂഹ വിവാഹം സംഘടിപ്പിച്ചതിന്റെ സന്തോഷം കമ്പനി ചെയർമാൻ വിപിൻ ദാസ് ജനം ടിവിയോട് പങ്കുവച്ചു. വളരെയധികം ശ്രദ്ധിക്കുന്ന മേഖലയാണ് ഈ ഒരു വനവാസി മേഖല. അതിൽ നിന്നും 1500 അപേക്ഷകളിൽ നിന്നും 216 ആദിവാസി യുവതികളെ കണ്ടെത്താൻ സാധിച്ചതിലും ഇങ്ങനൊരു വിവാഹം ഇവിടെ നടത്താൻ സാധിച്ചതിലും വളരെയധികം സന്തോഷം തോന്നുന്നു. കഴിഞ്ഞ ദിവസം ഊരാചാരങ്ങൾ പ്രകാരമുള്ള ചടങ്ങുകളെല്ലാം നടത്തിയ ശേഷമാണ് വധൂവരന്മാർ അവരുടെ ബന്ധുക്കളും വിവാഹത്തിനായി എത്തിയത്. ഗോവ ഗവർണർ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള ചടങ്ങിൽ മുഖ്യ അതിഥിയായി. കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ, ISRO മുൻ ചെയർമാൻ G മാധവൻ നായർ, ജനപ്രതിനിധികൾ, ഗോത്രത്തലവന്മാർ, ഊരുമൂപ്പന്മാർ തുടങ്ങി 100 കണക്കിന് പേരാണ് വധൂവരന്മാരെ ആശീർവദിക്കുന്നതിലേക്കായി അമ്പലനടയിലെത്തിയത്. സാക്ഷിയാക്കി പൗർണമി ദേവിയുടെ മുമ്പിൽ 216 പേർ, 109 പേരാണ് ഒരേ സമയം താലി ചാർത്തിയത്. അപൂർവങ്ങളിൽ അപൂർവമായി ആ മംഗല്യഭാഗ്യം. പൗർണമിക്കാവിൽ നിന്നും ക്യാമറമാൻ നിതിനൊപ്പം അഖിൽ പാലോട്ടുമഠം, ജനം, തിരുവനന്തപുരം.